എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 1 kg പിസ്ത കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ആദ്യം 1/2 കപ്പോളം പിസ്ത എടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് നല്ല പോലെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഇത്, അതൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നീട് വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ മൈദയിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന പിസ്ത മുഴുവൻ ഇട്ട് കൊടുക്കുകയാണ്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 4 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഒന്ന് പതപ്പിച്ചെടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്തൊന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഫ്ലഫി ആവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് നമ്മൾ പിസ്തയുടെ എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ചെറിയൊരു പച്ച കളറുണ്ട് എങ്കിൽ പോലും നമ്മൾ 1-2 ഡ്രോപ്പ് കൂടെ ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി കുറച്ചുകൂടെ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ 1 ഡ്രോപ്പ് കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ മൈദ ഇട്ട് കൊടുക്കുകയാണ്. മൈദയും പിസ്തയും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കണ്ട. കുറേശ്ശെ ഇട്ട് ഒന്ന് ജസ്റ്റ് കറക്കി എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്കൊന്ന് മാറ്റി ഒന്ന് ഇളക്കി കൊടുത്ത് ടാപ്പ് കൂടെ ചെയ്ത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവൻ സെറ്റപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. കൃത്യം 30, ഒരു മീഡിയം ഫ്ലെയിം മതി. അതിൽ കൃത്യം 30 മിനിറ്റ് ആയി കഴിയുമ്പോൾ ഇത് ബേക്കായി കിട്ടും. ഇനി നമുക്ക് ഫില്ലിങ്സിനായിട്ട് വേണ്ടിയിട്ട് 1/4 കപ്പോളം പിസ്ത എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്താൽ മതി. ഒരുപാട് അങ്ങ് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. 30 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ആറാനായിട്ട് മാറ്റി വെക്കാവേ. നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സിറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാല്, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് 1-2 ഡ്രോപ്പ് മാത്രം പിസ്തയുടെ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാമേ. ഇനി നമുക്ക് കേക്ക് 3 ലെയറായിട്ട് മുറിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ആദ്യത്തെ ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിറപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ആദ്യത്തെ ലെയർ ക്രീമും കൂടെ വെച്ച് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് പിസ്തയുടെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ക്രഷ് ചെയ്ത് വെച്ചിരുന്ന പിസ്തയില്ലേ അത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിന് ശേഷം ബാക്കി 3 ലെയർ ഇങ്ങനെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ 3 ലെയറും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ടും കൂടെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിസ്ത ആയതുകൊണ്ട് ഞാൻ പച്ച കളറും വൈറ്റ് കളറും എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ ബോൾസ് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മുകളിലേക്ക് ഒരു പാരൽ നൈഫ് വെച്ചിട്ട് വലിച്ച് ഒന്ന് ബ്രഷും കൂടെ ചെയ്ത് വെച്ചിട്ടൊന്ന് വലിക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഡിസൈൻ കിട്ടും. അതേപോലൊക്കെ തന്നെ ഞാൻ മുകളിൽ ബോർഡറായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് സിൽവറിൻ്റെ പേൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോൾഡ് കളറിൻ്റെ ഒരു ലീഫിൻ്റെ കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നടുക്കായിട്ട് നമുക്ക് പേര് എഴുതി കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേയോ പേര് എഴുതി കൊടുക്കാം. പേര് എഴുതാനായിട്ട് ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ മോൾഡിൽ ഇങ്ങനെ ABCDയുടെ ചോക്ലേറ്റിൻ്റെ മോൾഡ് ഉണ്ടല്ലോ ഉണ്ടാക്കുന്നത്, അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്.
അപ്പോൾ അതിന് മുകളിൽ നമ്മളിത് ചെയ്യുന്നതിന് മുൻപായിട്ട് അതിൻ്റെ ആ മോൾഡിലേക്ക് കുറച്ച് ഗോൾഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ കളർ ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പിയും ഡിസൈനും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.